അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. വേർഡിൻ്റെ മീനിങ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെയാണ് നമുക്ക് പ്രോസസ്സിംഗ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഡാറ്റ എന്ന് പറഞ്ഞു തന്നെ നമുക്കറിയാം റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതായത് ഡാറ്റ ആ രീതിയിൽ നമുക്ക് കൃത്യമായ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരർത്ഥം തരികയോ അത് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുകയോ ചെയ്യില്ല. അതായത് ഡാറ്റ ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1500 ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 1500 റെസ്പോണ്ടൻസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 1500 ഫയലുകളായിട്ടാണ് ആ ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു മീനിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് by which the collected data is so organized the future analysis and interpretation of data become easy. നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, റിസർച്ചിൻ്റെ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ ഒരു അനാലിസിസോ നടത്താൻ വേണ്ടി ഡാറ്റയെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറി സ്റ്റേജ് ബിറ്റ്വീൻ ദ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ദെയർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അവസാനിക്കുന്ന ഒരു ഇൻ്റർമീഡിയേറ്റ് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയേറ്റ് സ്റ്റേജാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റേജസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാം: എഡിറ്റിംഗ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഡാറ്റ എൻട്രി മേ ബി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൽ സ്റ്റേജായിട്ട് ഉൾപ്പെടുത്താം. ചില പുസ്തകങ്ങളിലൊന്നും ഇങ്ങനെ ഡാറ്റ എൻട്രിയെ ഒരു സ്റ്റേജായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനമായിട്ടും 4 സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് എഡിറ്റിംഗ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, ഇങ്ങനെ 4 രീതിയിലാണ് ഡാറ്റയെ തരംതിരിച്ചത്, അല്ലെങ്കിൽ ഡാറ്റയുടെ സ്റ്റേജസിനെ തരംതിരിച്ചത്, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിൻ്റെ സ്റ്റേജസിനെ തരംതിരിച്ചിട്ടുള്ളത്. എനിവേ, ഫസ്റ്റ് വൺ എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. Editing of data is a process of examining the collected raw data to detect errors and omissions and to correct these when possible. As a matter of fact, editing involves a careful scrutiny of the completed questionnaires and schedules. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയെ കൃത്യമായി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയത്ത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനർ ഷെഡ്യൂളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒമിഷൻസ്, അതായത് കൃത്യമായ ആൻസർ ഇല്ലാതിരിക്കുന്ന സമയത്ത് അത്രയും ഫയലുകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ അത്രയും ഫയലുകളെ മാറ്റിവെക്കുക എന്നുള്ളതാണ് എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് കോഡിംഗ്. കോഡിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് assigning numerals or other symbol to answers so that responses can be put into a limited number of categories or classes. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾസിന് വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചു. ആ ഡാറ്റയെ മെയിൽ, ഫീമെയിൽ എന്നുള്ള 2 രീതിയിൽ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ നമ്മളതിന് ജസ്റ്റ് കോഡ് കൊടുക്കാൻ പറ്റും. അതായത് എല്ലാ ക്വസ്റ്റ്യനറുകളുടെ മുകളിലും
ഗേൾ ആണ് എന്നുണ്ടെങ്കിൽ ജി എന്നും, ബോയ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യനർ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഗേളിൻ്റെതാണോ ബോയിൻ്റെതാണോ എന്നുള്ളത്. ഇനി അതല്ല, നമ്മൾ ഏജിൻ്റെ കാറ്റഗറീസിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഏജിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ പറയുകയാണ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് നമ്മളുടെ അടുത്തുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത് 18 മുതൽ 25 വരെ ഒരു ഗ്രൂപ്പ്, 25 മുതൽ 40 വരെ മറ്റൊരു ഗ്രൂപ്പ്, 40 മുതൽ 65 വരെ അല്ലെങ്കിൽ 50 വരെ ഗ്രൂപ്പ്, അങ്ങനെ വേറെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഗ്രൂപ്പിന്, ഫസ്റ്റ് ഗ്രൂപ്പിന് 1, സെക്കൻഡ് ഗ്രൂപ്പിന് 2, തേർഡ് ഗ്രൂപ്പിന് 3, ഇങ്ങനെ നമ്പർ കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യനറിൻ്റെ മുകളിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത ഷീറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുകയാണ് 1, 2, 3 എന്നിങ്ങനെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡറിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മേ ബി നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, ഗ്രൂപ്പാക്കി തിരിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റാണ് കോഡിങ്ങിൻ്റെ സ്റ്റെപ്സാണ് നെക്സ്റ്റ് പറയുന്നത്. സ്റ്റഡി ദി ആൻസേഴ്സ് കെയർഫുൾ. നമ്മൾ കോഡിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ആൻസേഴ്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് മെയിൽ ഫീമെയിൽ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിലിൽ ഇന്നത് എത്രയാണ്, അപ്പോൾ ഫീമെയിൽ ഇന്നത് എത്ര. ഇപ്പോൾ കൺസംഷൻ പാറ്റേണാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആണുങ്ങൾ കൺസംഷൻ വേണ്ടി ഇത്ര ചിലവാക്കുന്നു, പെണ്ണുങ്ങൾ ഇത്ര ചിലവാക്കുന്നു, നിങ്ങൾ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെയർഫുള്ളായും കൊണ്ട് ആൻസേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഡെവലപ്പ് എ കോഡിംഗ് ഫ്രെയിം ബൈ ലിസ്റ്റിംഗ് ആൻസേഴ്സ് ആൻഡ് ബൈ അലൈനിങ് കോഡ്സ് ടു ഈച്ച് ഓഫ് ദം. ഒരു കോഡിംഗ് ഫ്രെയിം ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആൻസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഒന്നും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിൽ തിരിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ABC അല്ലെങ്കിൽ എന്താ പറയുക, മെയിലിന് M എന്നും ഫീമെയിലിന് F എന്നും കൊടുത്തു എന്ന് വിചാരിക്കും. ദെൻ അടുത്തത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇവരുടെ ജോലി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജോലിയുടെ ബേസിൽ അല്ലെങ്കിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിന് വീണ്ടും S എന്ന്, അതുപോലെ തന്നെ ബിസിനസ്സുള്ള ആൾക്കാർക്ക് B എന്ന്, അതുപോലെ തന്നെ എന്താണ് വർക്കില്ലാത്ത ആൾക്കാർ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ H എന്ന്, അങ്ങനെ നമുക്ക് തരംതിരിച്ചിട്ട് ഒരു കോഡ് കൂടി അതിന് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതുമൂലം പറ്റും. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ആയിരിക്കും, ഒരു പേപ്പർ ആയിരിക്കും. ആ പേപ്പറിന് മുകളിൽ തന്നെ നമ്മളിങ്ങനെ കോഡാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇത് മെയിലിൻ്റെ ആണോ ഫീമെയിലിൻ്റെതാണോ, അവരുടെ ജോലി എന്താ, അവരുടെ ഏജ് എത്ര, അങ്ങനെ നമ്മളത് എന്തൊക്കെയാണോ കോഡ് ചെയ്ത് മുകളിൽ ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, if the coding manual has already been prepared before the collection of data, make a required addition to the open-ended and partially coded questions. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഒന്നും കൂടി വ്യക്തമായിട്ട് സ്റ്റെപ്പുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ആ വരുന്ന ആൻസേഴ്സിനെ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി കെയർഫുള്ളായിട്ട് പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ മെയിലാണ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആകെ എത്ര ആൻസേഴ്സ് ഉണ്ട് എന്ന് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരിക. അപ്പോൾ മെയിലും ഫീമെയിലും ഉള്ളതെന്നുണ്ടെങ്കിൽ മെയിലിന് M അല്ലേ, ഫീമെയിലിന് F, ഇനി അതർ ഉണ്ട് എന്നുണ്ടെങ്കിൽ O എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൃത്യമായി ആൻസേഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ഡെവലപ്പ് എ കോഡ് ഫ്രെയിം. നമ്മളിപ്പോൾ മെയിലിന് M എന്ന് പറയുന്ന ഫ്രെയിം ഒരു കോഡ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഫീമെയിലിന് F എന്ന് പറയുന്നൊരു കോഡ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു കോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കോഡിംഗ് ഫ്രെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു കോഡ് മാനുവൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. കോഡ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, ഒരു ഫുൾ നെയിം എന്ന് പറയുന്ന രീതിയിൽ അതിനൊരു വേരിയബിൾ നെയിം ഉണ്ടാക്കുക. ക്ലിയർ? അതായത് ഇപ്പോൾ മെയിലും മെയില് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ MS അല്ലേ, അങ്ങനെ ഒരു കോഡിംഗ് ഫ്രെയിം ഇതുണ്ടാക്കാം. ദെൻ ഇഫ് ദ കോഡിംഗ് മാനുവൽ ഹാസ് ഓൾറെഡി ബീൻ പ്രിപ്പയർഡ് ബിഫോർ ദി കളക്ഷൻ ഓഫ് ഡാറ്റ,
അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കോഡിംഗ് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡീഷൻസ് അതിൽ എന്തെങ്കിലും കൂട്ടലുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? കോഡിങ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി തേർഡ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. Classification is the process of reducing large mass of data into homogeneous group for meaningful analysis. നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഡാറ്റ ആ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കൊരു ആൻസറിലേക്ക് എത്തുക അല്ലെങ്കിൽ അത് കൃത്യമായി അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പം അതിനങ്ങനെ സബ് ഗ്രൂപ്പ് ഹോമോജിനിയസ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരുപോലെ സ്വഭാവമുള്ള ഡാറ്റയെ ഒരേ ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. It converts data from complex to understandable and unintelligible to intelligible form. കോംപ്ലക്സ് ആയ ഡാറ്റയെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മാനറിലേക്ക് അല്ലെങ്കിൽ അൺഇൻറ്റലിജിബിൾ ആയിട്ടുള്ള കാര്യത്തെ ഇൻ്റലിജിബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It divides the data into different groups or classes according to the similarities and dissimilarities. സിമിലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഡാറ്റയാണ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നത്. അപ്പോൾ മൊത്ത ഡാറ്റയെ അവരുടെ സിമിലാരിറ്റി അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് വെവ്വേറെ ഗ്രൂപ്പുകളിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബ്രോഡ്ലി സെയിങ് അല്ലെങ്കിൽ ബ്രോഡ്ലി സ്പീക്കിംഗ് there are 4 types of classification. Generally 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, അവരുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സാധാരണ പറയുന്നത് ഏജിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ദെൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്. ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷനാണ് അതിലെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനെയാണ് ആദ്യം പറയുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ആസ് സ്റ്റേറ്റഡ് above, data are classified on the basis of common characteristics which can either be descriptive such as literacy, sex, honesty. അതായത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആണ് നമ്മൾ ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മറ്റൊരു കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക് റെഫേഴ്സ് ടു ക്വാളിറ്റേറ്റീവ് ഫിനോമിനൻ വിച്ച് കനോട്ട് ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റയെ അത്തരം ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവെൽസ്. നമ്മൾ ന്യൂമറിക്കൽ ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഴിഞ്ഞ സെമസ്റ്ററിൽ അല്ലെങ്കിൽ 3rd സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാലി മാർക്കൊക്കെ ഇട്ടിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ക്ലാസ് ഇൻ്റർവെൽസ് ക്ലാസ്സുകൾ ഉണ്ടാക്കിയിരുന്നു. 10 മുതൽ 20 വരെ ഒരു ഗ്രൂപ്പ് അല്ലേ, 20 മുതൽ 30 വരെ മറ്റൊരു ഗ്രൂപ്പ്. ദെൻ അതിനെയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ദെൻ 4th സ്റ്റെപ്പാണ് അല്ലെങ്കിൽ 4th സ്റ്റേജാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ടാബുലേഷൻ ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. നമ്മൾ ടേബിളിൽ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ടേബിളിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ റോയും കോളവും ഒക്കെ ഉള്ള ഒരു പട്ടികയാക്കി മാറ്റുക എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും. പട്ടികയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. Data presented in tabular form is much easier to read and understand than data presented in text in the main purpose of tabulation is to prepare the data for final analysis.
നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് നമ്മൾ ടാബുലാർ ഫോമാറ്റിൽ ഡാറ്റ കാണിക്കുന്നത്. അല്ലേ? ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും? ഇങ്ങനെ ടാബുലാർ ഫോമാറ്റ് ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ പറ്റും. ദെൻ ഇറ്റ് ഈസ് എ സ്റ്റേജ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫൈനൽ അനാലിസിസ്. ഫൈനൽ അനാലൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മുൻപുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ ഈ ടാബുലേഷൻ എന്ന് പറയുന്നത്. ടാബുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാബുലേഷൻ. ടാബുലേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ടു ക്ലാരിഫൈ ദി പർപ്പസ് ഓഫ് എൻക്വയറി. നമ്മൾ എൻക്വയറി ചെയ്തതിനെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതായത് നമ്മുടെ പർപ്പസിന് കൃത്യമായി എന്ത് ചെയ്യുക? ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, ടു മേക്ക് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ ക്ലിയർ. കൃത്യമായി ഡാറ്റയുടെ സിഗ്നിഫിക്കൻസിനെ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഡാറ്റ ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്നുണ്ടെങ്കിൽ 2 കോളമാക്കിയിട്ട് മെയിൽ ഇത്ര ഫീമെയിൽ ഇത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാബുലാർ ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും. ദെൻ ടു എക്സ്പ്രസ് ദ ഡാറ്റ ഇൻ ലീസ്റ്റ് പോസിബിൾ സ്പേസ്. അതായത് ചെറിയ ഒരു ടാബിളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ചെറിയ ടാബിളിൽ തന്നെ ഒരുപാട് ഡാറ്റ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ് എഴുതുന്നത് നമുക്ക് ചെറിയ ഒരു ടാബുലാർ ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട്, അതായത് 4 5 കോളവും 1 2 റോയുമുള്ള ഒരു ഡാറ്റ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 3 പാരഗ്രാഫിനെ ചുരുക്കി നമുക്ക് വളരെ മീനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ടു എനാബിൾ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ 2 കോളംസിൽ 2 തരത്തിലുള്ള ഡാറ്റകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 കോളങ്ങൾ തമ്മിൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരു കോളം മെയിലും മറ്റൊരു കോളം ഫീമെയിലും ആണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ അവർക്ക് ഓരോ വേരിയബിൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുമെന്നുള്ളതാണ് മറ്റൊന്ന്. ടു എലിമിനേറ്റ് അൺനെസസറി ഡാറ്റ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ടാബുലാർ ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ടു ഹെൽപ്പ് ഇൻ ഫർദർ അനാലിസിസ് ഓഫ് ഡാറ്റ. മറ്റു ഫർദറായിട്ട് പഠിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ടാബുലാർ ഫോമാറ്റിലുള്ള ഡാറ്റ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ആണ് ഡാറ്റ എൻട്രി. ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബുലാർ ഫോമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്റ്റെപ്പാണ് ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക എന്ന് പറയുന്നത്. വൺസ് ഡാറ്റ കളക്ഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ചെക്ക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഓഫ് ഡാറ്റ, എൻട്രി ആൻഡ് ക്ലീനിങ് സ്റ്റാർട്ട്സ്. അടുത്ത നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത്. During the data entry, the verbal and the numeric data collects using questionnaires, abstracts form, or observation are entered into a computer, principally a numeric data codes. നമ്മൾ ഇങ്ങനെയാണ് ടാബുലാർ ഫോമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് കൃത്യമായി ഡാറ്റയെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കമ്പ്യൂട്ടറിലാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഡാറ്റ എൻ്റർ ചെയ്യാം. നമ്മൾ മാനുവലി ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡാറ്റ ഉണ്ടാക്കുക എന്നുള്ളതിനെയാണ് ഡാറ്റ എൻട്രി എന്ന് പറയുന്ന സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പായിട്ട് പലപ്പോഴും നമ്മൾ പറയാറില്ല. പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പായിട്ട് എഡിറ്റിങ്, കോഡിങ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഇത്രേ പറയാറുള്ളൂ. ഓക്കെ, ദെൻ വാലിഡിറ്റി ഓഫ് ഡാറ്റ. ഈ വാലിഡിറ്റി ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൗ ഷുഡ് യുവർ റിസർച്ച് ഈസ്. നമ്മുടെ റിസർച്ച് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷനെയാണ് വാലിഡിറ്റി ഓഫ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർ എസ്പെഷ്യലി വാലിഡിറ്റി അപ്ലൈസ് ടു ബോത്ത് ദ ഡിസൈൻ ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് യുവർ റിസർച്ച്. വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൻ്റെ മെത്തേഡും അതുപോലെ തന്നെ റിസർച്ച് ഡിസൈനും എങ്ങനെയാണ് എന്ന് വരച്ച് കാണിക്കുന്ന ഒന്നാണ്. വാലിഡിറ്റി ഇൻ ഡാറ്റ കളക്ഷൻ മീൻസ് ദാറ്റ് യുവർ ഫൈൻഡിങ്സ് ട്രൂലി റെപ്രസെൻറ്റ് ദ ഫിനോമിനൻ യു ആർ ക്ലെയിമിങ് ടു മെഷർ. നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അളക്കുന്ന, നമ്മൾ ക്ലെയിം ചെയ്യുന്ന കൺക്ലൂഷൻ എത്രത്തോളം നമ്മുടെ ഡാറ്റയിലൂടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാലിഡിറ്റി ഓഫ് ഡാറ്റ കളക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ പറയാണ്, ഒരു സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ പറയാണ് ഈ കോവിഡിൻ്റെ വാക്സിൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ
കൊറോണ വൈറസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ഈ വാക്സിൻ എന്ന് നമ്മൾ ഒരു റിസർച്ചിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർച്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി എത്ര ആൾക്കാർക്ക് ഇത് കുത്തിവെച്ചു, എത്ര ആൾക്കാർക്ക് കൊറോണ ഇല്ലാതെയായി, ഇത് കുത്തിവെച്ചത് കൊണ്ട് ഇല്ലാതെയായി, കുത്തിവെക്കാതെ എത്ര ആൾക്കാർക്ക് ഇല്ലാതെയായി, കുത്തിവെച്ചു എന്നുള്ളത് കൊണ്ട് മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര ആൾക്കാർ മരിച്ചുപോയി, അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന നമ്മുടെ കൺക്ലൂഷനോട് യോജിക്കുന്ന കൃത്യമായ തെളിവുകൾ നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വേണം. അതിനെയാണ്, അങ്ങനെ സ്റ്റഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് വാലിഡിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡാറ്റ വാലിഡേഷൻ മീൻസ് ചെക്കിംഗ് ദ ആക്യുറസി ആൻഡ് ക്വാളിറ്റി ഓഫ് സോഴ്സ് ഡാറ്റ ബിഫോർ യൂസിങ്, ഇമ്പോർട്ടിങ് ഓർ അതർവൈസ് പ്രോസസ്സിങ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രൂത്ത്നെസ്, ശരി ആണോ അല്ല തെറ്റാണോ എന്നുള്ളതിനെ നമ്മൾ അളക്കുന്നതിനെ നമുക്കെന്ന് പറയാൻ പറ്റും ഡാറ്റ വാലിഡേഷൻ എന്ന് പറയാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ഓഫ് വാലിഡേഷൻ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലിഡേഷൻ ക്യാൻ ബി പെർഫോംഡ് ഡിപ്പെൻഡിങ് ഓൺ ഡെസ്റ്റിനേഷൻ, കൺസ്ട്രെയിൻറ്റ് ഓർ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിനനുസരിച്ച്, ഡെസ്റ്റിനേഷൻ കൺസ്ട്രെയിൻസിനനുസരിച്ചിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാലിഡേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എനിവേ, ലാസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാലിഡേഷൻ ഈസ് എ ഫോം ഓഫ് ഡാറ്റ ക്ലീൻസിങ്. ഡാറ്റ ക്ലീൻ ചെയ്യുന്ന, ഡാറ്റയെ കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് എന്ത് ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വാലിഡിറ്റി ഓഫ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ റിസർച്ച് ഡിസൈനിൽ നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ, നമ്മൾ എത്തിച്ചേർന്ന കൺക്ലൂഷനുമായിട്ട് എത്രത്തോളം നമ്മൾ ഡാറ്റ വരുന്നു എന്നുള്ളതിനെയാണ് വാലിഡിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് കുറച്ച് പാട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഓക്കെ.